എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ആദിദേവി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ചാവക്കാട് ഫെസ്റ്റ് കാണാനാണ് കേട്ടോ. ചാവക്കാട് ഒരു എന്താ പറയുക, ലണ്ടൻ സിറ്റി അങ്ങനത്തെ എല്ലാ പരിപാടികളും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കാഴ്ച കാണാൻ. ഇതിൻ്റെ ഒരു അതേ വെർഷനായിട്ടുള്ള ഒരു രൂപം നമ്മൾ തൃശ്ശൂർ പകൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല പരിപാടിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഒരാൾക്ക് 80 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. കുട്ടികൾക്ക് ക്യാഷും ഇല്ല. അപ്പോൾ നമ്മൾ കയറി ചെല്ലണോടത്ത് തന്നെ ഒരു ലണ്ടൻ മാതൃകയിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. അടിപൊളി സംഭവമായിരുന്നു. നമുക്കൊന്നും നമ്മുടെ നാട് ഒരിക്കലും ഇതുപോലെ ആവില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇനിയിപ്പോൾ അവിടെ പോയി കാണാമെന്ന് വെച്ചെങ്കിൽ എളുപ്പമാവുമെന്ന് അറിയില്ല, തമ്പരാൻ സഹായിക്കുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടേക്ക് നിന്നിട്ട് ഇങ്ങനെ കാണാമല്ലോ. ഇത് അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. എന്ത് രസമാണെന്നറിയോ, ശരിക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്തൂടെ പോണ ഒരു സംഭവം. ഇതിനെന്തായാലും ക്യാഷിനുള്ള മുതലാക്കിയ ഒരു സംഭവമായിരുന്നു ഇത്. അങ്ങനത്തെ ലണ്ടൻ മാതൃകയുള്ള കാഴ്ചകളുണ്ട്. അടുത്ത് വരണ ഇത് റോബോട്ടിക് സൂ എന്ന് പറഞ്ഞാൽ ഇത് മൃഗങ്ങളേനെ റോബോട്ടുകളുടെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചേക്കട്ടെ. കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ നല്ല കാഴ്ച എല്ലാം ഉണ്ട്. പുലി, കടുവ, കണ്ടാമൃഗം, ജിറാഫ്, ആന, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു ഈ കാഴ്ചകളൊക്കെ. അപ്പോൾ അതും കണ്ട് നല്ല ഭംഗിയുണ്ട് സെറ്റ് ചെയ്തൊക്കെ. പക്ഷെ സെറ്റ് ചെയ്ത സ്ഥലം ഭയങ്കര മോശമാണ്. ആ നടക്കുന്ന ഏരിയ ഒന്നും അത്ര സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കണമൊന്നുമില്ല. നമുക്ക് ഭംഗിയുള്ള സ്ഥലങ്ങൾ മാത്രം കാണിക്കാം. അങ്ങനെ കുറേ നേരം റോബോട്ടിക് സൂവിൻ്റെ ഉള്ളിൽ ഇറങ്ങി. ഇത് നമ്മുടെ കങ്കാരു ചേട്ടനൊക്കെയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അതുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കുറേ ഉണ്ട് കേട്ടോ. ആ കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞ കുട്ടികളിനായിട്ട് കൊണ്ടുവന്നാൽ അവർക്ക് നല്ല നേരം പോക്കായിരിക്കും. ആനേനെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അതിന് പ്രത്യേക സൗണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് അവർ സൗണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുലിയുടെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് പുലി കരയണ പോലെയൊക്കെ കുട്ടികൾക്ക് തോന്നുന്നുണ്ടാവും.
അങ്ങനത്തെ കുഴപ്പമില്ലാത്തൊരു പരിപാടി, കാണാൻ രസമൊക്കെ ഉണ്ട്. എന്തായാലും അത് കണ്ട് രസമായിട്ട്. ഇനി അടുത്ത കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ പകൽന്ന് പരിപാടി കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അവതാർ എന്ന് പറഞ്ഞ സംഭവം. അത് അവിടുത്തെ ഹൈലൈറ്റ് പരിപാടിയായിരുന്നു. അവതാറിലത്തെ രൂപങ്ങളും അവിടുത്തെ ഒരു ആംബിയൻസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഏരിയ, അതുപോലത്തെ ഏരിയയിലേക്കാണ് കേട്ടോ ഇനി നമ്മൾ പോണത്. ഇത് സംഭവം നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ തൃശ്ശൂർ അവതാറിൽ കണ്ട അത്ര ഇതൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ എടുത്ത വീഡിയോസ് മാത്രമല്ല കേട്ടോ, അള്ളിയെടുത്ത വീഡിയോസും ഉണ്ട്. അവളോട്, എൻ്റെ വൈഫിനോട്, അവൻ്റെ പെങ്ങളോട് പറഞ്ഞ് പോസ് ചെയ്യാൻ പറയുമ്പോൾ അവൾ നിൽക്കില്ല, അവൾക്ക് പ്രത്യേക രീതിയിൽ. അപ്പോൾ രണ്ടാളും നല്ല വഴക്കായിരുന്നു. അപ്പോൾ നല്ല വീഡിയോസ്, നല്ല കാണാനുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. 80 രൂപയല്ലേ ഉള്ളൂ, പിന്നെ കുട്ടികൾക്ക് കാശൊന്നും മേടിക്കുന്നില്ല. തൃശ്ശൂരൊക്കെ 120 രൂപയായിരുന്നു. കുട്ടിക്കൊക്കെ, മോന് വരെ 120 രൂപ അവർ ഫീസ് ഈടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒന്നും കുഴപ്പമില്ല, നല്ല ക്യാഷ് അധികം പോവാത്ത വലിയ കുഴപ്പമില്ലാത്ത കാഴ്ചകളുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ അവതാറിൻ്റെ കാഴ്ചകൾ. ഈ അവതാറിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞാൽ അടുത്തത് നമ്മളെ സ്റ്റാളുകളുടെ ഏരിയ ആണ് കേട്ടോ. പക്ഷെ സ്റ്റാളുകളുടെ ഏരിയകളിൽ എത്തുന്നതിന് മുന്നേ അവിടെ ഒരു കുറേ പുരാതനമായിട്ടുള്ള കളക്ഷനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കുറേ കണ്ടിട്ടുള്ള സാധനങ്ങൾ തന്നെ കേട്ടോ ഇവിടെ. ഇതാണ് ഈ ക്യാമറകൾ. ഇപ്പോഴത്തെ ആളുകൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. ഈ ടോർച്ച്, റെഡ് ടോർച്ചൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത്. പിന്നെ ഇത് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ കളക്ഷൻ ആരുടെയാന്നൊക്കെ ഞാൻ അവസാനം കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് കളക്ഷനുകളുണ്ട്. ഇതൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും എനിക്ക് കുറേ പ്രായമുണ്ടെന്ന്. എന്തായാലും ആവട്ടെ, പ്രായമൊക്കെ കുറേ ആയി. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതൊക്കെ ഞങ്ങളുടെ വായനശാലയിലുണ്ടായിരുന്ന ഫോൺ, ഇതേ സെയിം ഫോണായിരുന്നു. അപ്പം ഞാനിതൊക്കെ ഒരുപാട് ഫോൺ ചെയ്തിട്ടുള്ളതാണ്. അത്ഭുത വിളക്ക്, പഴയകാലത്തെ ഹാങ്ങർ, നിലവിളക്ക്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇനി ഈ പുരാതന വസ്തുക്കളൊക്കെ വെച്ചതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ, ഇതൊരു സുഹൃത്തിൻ്റെ കളക്ഷനാണ്. ആ സുഹൃത്തിൻ്റെ പേര് റംഷീദ് എന്നാണ്. ആളുടെ 2 വൃക്കകളും കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് കേട്ടോ ഇവർ ഈ സുഹൃത്തുക്കൾ കൊണ്ടുവച്ചിട്ടുള്ളതാണിത്. ഇതാണ് അതിൻ്റെ QR കോഡൊക്കെ. നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്തായാലും പറ്റിയെങ്കിൽ സഹായിക്കാം. അപ്പോൾ ആളുടെ ചികിത്സയ്ക്ക് മാസത്തിലൊരു 10,000 രൂപ 17,000 രൂപ ഇപ്പോഴും വേണമെന്നാണ് അതിൻ്റെ സുഹൃത്ത് പറഞ്ഞത്, ആൾ പറഞ്ഞതൊക്കെ. അപ്പോൾ ആൾക്ക് എല്ലാം ഭേദമാവട്ടെ. എന്തായാലും ഒരുപാട് കളക്ഷനുണ്ട് ആളുടെ കയ്യിൽ. അത് കഴിഞ്ഞാൽ പഴയകാല, വീണ്ടും നൊസ്റ്റാൾജിയ, പഴയകാല മിഠായികൾ. ഇതൊന്ന് ഞാനൊരു കട്ടിമിഠായി മേടിച്ചിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കട്ടിമിഠായി. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കണ്ടിട്ടും കഴിച്ചിട്ടും, ഒരുപാട് കഴിച്ചിട്ടില്ല, ഒരുപാട് കണ്ടിട്ടുള്ള മിഠായികളാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളെ കുട്ടികളുടെ കളിക്കണ സ്ഥലം. ഇവിടെ കുറച്ചു നേരം ചിലവഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരാണ് ഉണ്ടായത്. ഇതിവിടെ ഒരുപാട് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ വൈകുന്നേരം ആവാറായി ഇപ്പോൾ, അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ എത്തി തുടങ്ങി. ഒരുപാട് ആളുകളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്.
മോന് സത്യം പറഞ്ഞ എല്ലാ റൈഡുകളിലും കയറാൻ പേടിയാട്ടോ. ഇതിലൊരു കുട്ടികൾ ചാടണ ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് എവിടെ അവൻ കയറിയില്ല. ഇവിടെ വന്നപ്പോഴും കയറിയില്ല. അവസാനം ഞാൻ കൈ പിടിച്ച് ചാടിച്ചു. ചെറുതായി തുടങ്ങിയപ്പോൾ ആള് പിന്നെ ഒറ്റയ്ക്ക് ചാടി തുടങ്ങി. ഇതണ്ട ഭയങ്കര അങ്കായിരുന്നു മൂപ്പര്. ആ പേടിയൊക്കെ പോയി. ആള് ഹെവി ലെവലായി. പിന്നെ ഒരുപാട് ഇപ്പോൾ ഒറ്റയ്ക്കാണ് കേട്ടോ, കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചായിരുന്നു. പിന്നെ കുട്ടികൾ വന്നു തുടങ്ങിയപ്പോൾ അവന് അതിനും മടുപ്പായി. കുട്ടികൾ വരാൻ പാടില്ല എന്നായി. പിന്നെ കുട്ടികളുമില്ല, ആരുമില്ല. എല്ലാവരും വന്നപ്പോൾ എല്ലാവരുടെ ഒപ്പം ചാടലായി. അതാണ് ഇപ്രാവശ്യത്തെ പോക്കിലൊരു അവ ഒരുപാട് എൻജോയ് ചെയ്തു. അവൻ ഇറങ്ങി പോരാൻ സമ്മതിച്ചില്ല. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കിടക്കുമ്പോൾ ആൾ പറയും, നമുക്ക് അങ്ങോട്ട് പോയാലോ അച്ഛാ, അങ്ങോട്ട് പോയാലോ. അപ്പം ഇനിയും പോവാലോ. അപ്പം എന്തായാലും അവൻ്റെ എൻജോയ്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അടുത്ത ഘട്ടം എന്ന് പറയണത് ഫുഡിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഫുഡ്, കൂൾ ഡ്രിങ്ക്സ്, ഫുഡ്, അങ്ങനത്തെ ഏരിയകൾ. ഞങ്ങളന്ന് ഞാൻ ഒരു കുലുക്കി സർബത്ത്, അങ്ങനെ പിന്നെന്തോ ചില്ലി ഗോപി അങ്ങനത്തെയൊക്കെ കഴിക്കണ്ടായിരുന്നു. അപ്പോൾ ഇത് അവൻ്റെ പാപ്പനാട്ടാ. അപ്പോൾ എന്തായാലും രാത്രി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കുലുക്കി സർബത്തും അതൊക്കെ കുടിച്ച് പോന്നു. അതുണ്ടാക്കണ ചെറിയൊരു വീഡിയോ കൂടെ ഞാനിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് ഉണ്ടാക്കണത് കാണാനൊക്കെ. ബൂസ്റ്റ് കുലുക്കിയോ അങ്ങനെ എന്തോ സംഭവമൊക്കെ. അതിലാള് പാലൊക്കെ ഒഴിക്കണത് ഭയങ്കര രസമായിട്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു. ഇത് വീഡിയോ എടുക്കണത് അത്ര സുഖമുള്ള കാര്യമില്ല. ഓരോരുത്തർ കാണുമ്പോൾ ചിരി വരും ഓരോരുത്തർക്ക്. ഇപ്പം എന്താ പനിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ കുലുക്കി സർബത്തും ബൂസ്റ്റ് കുലുക്കി അങ്ങനെയുള്ള പരിപാടിയൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പരിപാടി കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ തിരിച്ചു കേട്ടോ, വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഒരു നല്ല സായാഹ്നം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. മൂപ്പർ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരുപാട് നന്ദി. താങ്ക് യു. വീണ്ടും കാണാം.